നമസ്കാരം. ഓണസ്റ്റിയുടെ ഒരു കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അതായത് നിങ്ങൾ പോപ്പുലേഷൻ കൊളാപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പോപ്പുലേഷൻ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ, അതായത് പുതുതായിട്ട് ജനിക്കുന്നവരുടെ എണ്ണം മരിക്കുന്നവരുടെ എണ്ണത്തെക്കാട്ടിലും താഴെയാകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലോകത്ത് ഒരു അതിമനോഹരമായ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഗ്രീസിനെ നമുക്കറിയാം. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ബാൾക്കൻ രാജ്യങ്ങളിലൊന്നാണ്. ഔദ്യോഗികമായി ഹെലനിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. മെഡിറ്ററേനിയൻ കടലുമായിട്ട് ഏറ്റവും അധികം നീളം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഏഥൻസ് തലസ്ഥാനമായിട്ടുള്ള രാജ്യമാണ്. അവിടെ 2023 സെൻസസ് അനുസരിച്ച് 1,43,00,000 ജനങ്ങളുണ്ടായിരുന്നതിൽ നിന്ന് കുറഞ്ഞ് 1,41,00,000 ജനങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് പേടിപ്പിക്കുന്ന ഒരു സത്യം. ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് പേര് മരിക്കുമ്പോൾ ഒരാൾ ജനിക്കുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി കാര്യം ചരിത്ര കുതുകികൾക്ക് താല്പര്യമുള്ളതാണ്. ഒന്ന്, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള രാജ്യമാണ്. 1896 ആധുനിക ഒളിമ്പിക്സ് നടന്ന രാജ്യമാണ്. 776 പുരാതന ഒളിമ്പിക്സ് നടന്ന രാജ്യമാണ്. അതേപോലെ തന്നെ അക്രോപോളിസ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അക്രോപോളിസ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. അങ്ങനെ എത്രയെത്ര മനോഹരമായ കാര്യങ്ങൾ പറയാനുള്ള ആ രാജ്യത്തിൻ്റെ ഒരു ഗതികേടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ രാജ്യത്തിലെ ജനസംഖ്യ കുറഞ്ഞ് മരിക്കുന്നവരെക്കാട്ടിലും ജനിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നു. അത് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. പ്രൈം മിനിസ്റ്റർ കിരിയാക്കോസ് മിറ്റ്സോടാക്കിസ് പറഞ്ഞത് ഇത് ഭാവിയിൽ ഒരു ബോംബായി തീരും എന്നുള്ള കാര്യമാണ്. അതേപോലെ കൊറോണയ്ക്ക് ശേഷം അവിടുത്തെ ഡെത്ത് റേറ്റും കണ്ടമാനം കൂടിയിരിക്കുകയാണ്. അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലഡ് ക്ലോട്ട്സ്, ക്യാൻസർ, ഇതെല്ലാം വളരെയധികം കൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൊറോണ കാലത്ത് നമുക്കറിയാം, ഗ്രീസായിരുന്നു ഏറ്റവും അധികം ആൾക്കാർ മരിച്ചു വീണ ഒരു സ്ഥലം. കൊറോണ ഏറ്റവും അധികം രൂക്ഷമായിട്ട് വ്യാപിച്ച ഒരു രാജ്യം തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള ഒത്തിരിയും പ്രശ്നങ്ങൾ കാരണം ആ രാജ്യത്തിനെ ആ രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് അത് ഒരു പോപ്പുലേഷൻ കൊളാപ്സിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. പോപ്പുലേഷൻ കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്തിന് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മുടെ ജനസംഖ്യ വലിയൊരു ഗ്രോത്തിലാണ്. നമ്മൾക്ക് യുവതലമുറയുടെ ഒരു കുറവുമില്ല. എല്ലാ മേഖലയിലും യുവതലമുറയ്ക്ക് നമുക്ക് നിരവധിയായിട്ടുള്ള അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കാര്യം, യുവതലമുറ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യം സാമ്പത്തികമായിട്ടൊക്കെ വളരെ മികച്ച നിലയിലാണെങ്കിലും ജനസംഖ്യ ഇല്ലാത്ത ഒരവസ്ഥ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയൊരു ഡിക്ലൈൻ സംഭവിച്ചത് കൊറോണയ്ക്ക് ശേഷമാണെന്നുള്ളതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു രാജ്യത്തിനെ ജനസംഖ്യയുടെ കുറവ് പിന്നോട്ടടിക്കുന്നതിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ കൊളാപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്.